കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ആയിഷ റഷിയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് ബഷീറുദ്ദീന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഇയാളുടെ 2 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരണത്തിന് ഉത്തരവാദി ബഷീറുദ്ദീനാണെന്ന് പറയുന്ന ആയിഷ റഷിയുടെ വാട്സാപ്പ് സന്ദേശം പോലീസ് കണ്ടെത്തി. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഇന്നലെ തന്നെ ആയിഷ റഷിയുടെ ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആയിഷ റഷിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും മർദ്ദിക്കുകയും അടക്കം ചെയ്തു ഈ ബഷീറുദ്ദീൻ എന്ന ആരോപണമാണ് ബന്ധുക്കൾ മുന്നോട്ട് വെച്ചത്. അത് സാധൂകരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ ബഷീറുദ്ദീനെതിരെ കൃത്യമായ എവിഡൻസ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നുണ്ടോ? ഗോകുൽ, അത്തോളി സ്വദേശിയായിട്ടുള്ള 21-കാരുടെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ആയിഷ റഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആൺ സുഹൃത്തായിട്ടുള്ള ബഷീറുദ്ദീൻ പങ്കുണ്ട് എന്ന കാര്യമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അത് ഈ പെൺകുട്ടി ഈ യുവാവിന് അയച്ചിട്ടുള്ള ചില സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ സന്ദേശങ്ങളാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വാട്സാപ്പ് ചാറ്റിലാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി ബഷീറുദ്ദീൻ ആയിരിക്കും എന്ന കാര്യം ഈ പെൺകുട്ടി പറയുന്നത്. അതുൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ബഷീറുദ്ദീൻ്റെ 2 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അത് പരിശോധനയ്ക്കയക്കും. സൈബർ സെല്ലിൻ്റെയും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരുടെയും സഹായത്തോടു കൂടിയുള്ള അന്വേഷണമാണ് ഉണ്ടാവുക. അതിൻ്റെ ഈ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും കണ്ണൂരിലെ സയൻസ് ലാബിലേക്ക് അയക്കും, ഫോറൻസിക് ലാബിലേക്ക് അയക്കും എന്ന കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ വ്യക്തി മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുകയും തുടർന്ന് കാര്യങ്ങളിലേക്ക് കടക്കാൻ കാര്യമായ രീതിയിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഭാഗത്തു നിന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ അതുപോലെ തന്നെ ബ്ലാക്ക് മെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കുടുംബം ആരോപിച്ചിരുന്നു. കൂടാതെയാണ് മംഗലാപുരത്താണ് ഈ പെൺകുട്ടി പഠിക്കുന്നത്. അവിടെ നിന്നുള്ള സുഹൃത്തുക്കളും കോഴിക്കോട്ടെത്തിയത്. ഈ പെൺകുട്ടികളിൽ ഏതാനും പേർ അന്വേഷണ സംഘത്തോട് സംസാരിച്ചിരുന്നു. അവിടെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലും ഈ യുവാവിനെതിരായിട്ടുള്ള പരാമർശങ്ങളാണ് ഉള്ളത്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് യുവാവിൻ്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നടക്കാവ് പോലീസ് ഈ യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഗോകുൽ, ശരി. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയതായാലും ബഷീറുദ്ദീന്റെ പങ്ക് അത് ആയിഷ റഷയുടെ മരണത്തിൽ ഏതാണ്ട് തെളിയുന്നു. അത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ, അത് ആയിഷയുടെ തന്നെ ശബ്ദ സന്ദേശങ്ങൾ പോലീസിന് തെളിവായി ലഭിക്കുന്ന ഘട്ടത്തിലാണ് അറസ്റ്റിലേക്ക് കടക്കുന്നത്.